കൂട്ടുകാർ അത്താഴമൊക്കെ കഴിച്ചിട്ടാണോ കാതിക കേൾക്കാറ്? കുറച്ച് കൂട്ടുകാരെങ്കിലും അല്ലേ, ഡിന്നറൊക്കെ കഴിച്ച് ഉറങ്ങുന്നതിന് മുന്നേ ആയിരിക്കും കാതിക കേൾക്കുന്നത്. അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ശേഷവും അച്ഛനമ്മമാരോടുമൊത്ത് ആയിരിക്കും കാതിക കേൾക്കാറ്. ഇന്നത്തെ കഥയുടെ പേരും അതിന് സാമ്യമുള്ളതാണ്. കഥയുടെ പേര് അത്താഴത്തിനെന്താണ്. നമുക്ക് ഈ കഥ കേട്ടു നോക്കാം. കൂട്ടുകാർക്കെല്ലാം സ്നേഹപൂർവ്വം കഥയിലേക്ക് വീണ്ടും സ്വാഗതം. ഈ കഥ ഒരു മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കഥയാണ്. മുത്തശ്ശനെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. മുത്തശ്ശിക്ക് ചെവി കേൾക്കില്ല എന്ന്. മുത്തശ്ശൻ എത്ര പറഞ്ഞിട്ടും മുത്തശ്ശിക്ക് കേൾക്കാൻ കഴിയുന്നില്ല. അത് മുത്തശ്ശിയെ കൊണ്ട് സമ്മതിപ്പിക്കാൻ ആണെങ്കിൽ ബുദ്ധിമുട്ടും. മുത്തശ്ശൻ ഒരു ഡോക്ടറുടെ അടുത്ത് പോയി. ഡോക്ടറോട് പറഞ്ഞു, ഞാൻ എത്ര പറഞ്ഞിട്ടും എൻ്റെ ഭാര്യ കേൾക്കുന്നില്ല. അവൾക്ക് ചെവിക്കെന്തോ കുഴപ്പമുണ്ട് എന്ന് തോന്നുന്നു. ഞാനത് എങ്ങനെ കണ്ടുപിടിക്കും ഡോക്ടർ? ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് കുറച്ച് അകലെ നിന്ന് സംസാരിക്കുക. എന്നിട്ടും കേൾക്കാൻ കഴിയുന്നില്ലെങ്കിൽ കുറച്ചും കൂടി അടുത്തേക്ക് വരിക. അങ്ങനെ പയ്യെ പയ്യെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാം എവിടെ നിന്നാലാണ് ഭാര്യയ്ക്ക് കേൾക്കാൻ കഴിയുന്നതെന്ന്. ഇനി മുതൽ അവിടെ വന്ന് പറയുക, അല്ലെങ്കിൽ ഭാര്യയെ എൻ്റെ അടുത്ത് ചികിത്സയ്ക്ക് കൊണ്ടുവരിക. ശരി ഡോക്ടർ, ഞാൻ ശ്രമിച്ചു നോക്കട്ടെ. മുത്തശ്ശൻ മുത്തശ്ശിക്ക് എന്തുകൊണ്ട് കേൾക്കാൻ കഴിയുന്നില്ല എന്ന് കണ്ടുപിടിക്കാനായി പോയി. അന്ന് വൈകുന്നേരമായിരുന്നു. മുത്തശ്ശി അടുക്കളയിൽ അത്താഴമുണ്ടാക്കുകയായിരുന്നു, ഡിന്നർ ഉണ്ടാക്കുകയായിരുന്നു. മുത്തശ്ശൻ മുറ്റത്ത് നിന്ന് ചോദിച്ചു, അന്നാമോ, അത്താഴത്തിന് എന്താ? ഒരു ഉത്തരവും കിട്ടിയില്ല. മുത്തശ്ശിക്ക് കേൾക്കാൻ കഴിയുന്നില്ല. മുറ്റത്ത് നിന്ന് പയ്യെ തിണ്ണയിലേക്ക് കയറി വരാന്തയിലേക്ക് മുത്തശ്ശൻ കയറി. എന്നിട്ട് വീണ്ടും ഉച്ചത്തിൽ ചോദിച്ചു, അന്നാമോ, അത്താഴത്തിന് എന്താ? ഒരു ഉത്തരവും കിട്ടിയില്ല. മുത്തശ്ശന് മനസ്സിലായി എവിടെ നിന്ന് പറഞ്ഞിട്ടും മുത്തശ്ശിക്ക് കേൾക്കാൻ കഴിയില്ല. പയ്യെ അകത്തേക്ക് കയറി കഴിപ്പുമുറിയിലേക്ക് എത്തി, ഡൈനിങ് ടേബിളിലേക്ക് എത്തി. മേശയിൽ കസേര വലിച്ചിരുന്ന് അവിടെ നിന്ന് വീണ്ടും ചോദിച്ചു, അന്നാമോ, ഇന്ന് അത്താഴത്തിന് എന്താ? ഒരു ഉത്തരവുമില്ല. അവസാനം മുത്തശ്ശൻ അടുക്കളയ്ക്ക് അകത്ത് കയറി. എന്നിട്ട് മുത്തശ്ശിയുടെ തൊട്ടു പുറകിൽ നിന്ന് പറഞ്ഞു, അന്നാമോ, അത്താഴത്തിന് എന്താ? അന്നാമ്മ തിരിഞ്ഞ് മുത്തശ്ശൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഞാനിത് 4ാം തവണയാണ് പറയുന്നത്. ഇന്ന് കഞ്ഞിയും പയറുമാണ്. കൂട്ടുകാർക്ക് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കഥയിൽ നിന്ന് എന്താണ് മനസ്സിലായത്? നമ്മൾ ചിലപ്പോൾ വിചാരിക്കും നമുക്ക് കുഴപ്പമൊന്നുമില്ല, മറ്റുള്ളവർക്കാണ് കുഴപ്പം. ഈ കഥയിലും മുത്തശ്ശൻ വിചാരിച്ചു മുത്തശ്ശിക്കാണ് ചെവി കേൾക്കാൻ കഴിയാത്തതെന്ന്. വാസ്തവത്തിൽ മുത്തശ്ശന് തന്നെയാണ് ചെവി കേൾക്കാൻ കഴിയാത്തത്. അതിനായി മുത്തശ്ശൻ ഡോക്ടറുടെ അടുത്ത് പോയി എന്തൊക്കെ ചെയ്തു കൂട്ടി അല്ലേ? അതുപോലെ നമ്മൾ ചിലപ്പോൾ ജീവിതത്തിൽ മറ്റുള്ളവരിൽ കുറവുകളും കുറ്റങ്ങളും കണ്ടിട്ട് നമ്മളിൽ ഒന്നുമില്ല എന്ന് വിചാരിക്കും. വാസ്തവത്തിൽ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. വേറെയൊരു കഥയുമായി കാതിക നാളെ വീണ്ടും. നന്ദി, നമസ്കാരം.